ആണെങ്കിൽ അവിടെ നിന്ന് നമ്മെ മുമ്പോട്ട് നടത്തുവാൻ, നമ്മെ കഴുകുവാൻ, ശുദ്ധീകരിപ്പാൻ, ആമേൻ, നമ്മെ ചേർത്തണപ്പാൻ കഴിയുന്ന സ്നേഹവാനായ നമ്മുടെ കർത്താവ്, ആമേൻ, നമ്മെ വീണ്ടെടുക്കുവാൻ കൊള്ളാകുന്ന ദൈവമാണ്. സ്തോത്രം. ആമേൻ. ഞാൻ അവസാനത്തെ ഒറ്റ വാക്യം കൂടെ വായിച്ച് ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 12-ാം അധ്യായം 49-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷയ്ക്ക് സമാപനം കുറിക്കാം. ലൂക്കോസ് 12:49 വാക്യം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ തീ ഇടുവാനത്രേ ഞാൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. അതങ്ങോട്ട് അതിൻ്റെ 53 വരെ വായിക്കുമ്പോൾ അതാണ് അതിനകത്ത് അത്രയും വാക്യങ്ങളിലായിട്ടാണത് അത് ഒന്ന് ചിതറിക്കിടക്കുന്നത്. മൊത്തം വായിക്കണമെന്നില്ല, നമുക്കറിയാം. ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു. എങ്കിലും എനിക്കൊരു സ്നാനം ഏൽക്കുവാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞരങ്ങുന്നു. യേശു സ്നാനപ്പെട്ട വ്യക്തിയാണ്, നമുക്കറിയാം. എന്നാൽ പറയുകയാണ്, എനിക്കൊരു സ്നാനം ഏൽക്കുവാനുണ്ട്, അത് കഴിയുവോളം ഞാൻ ഞരങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, ഛിദ്രം വരുത്തുവാൻ എത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിമേൽ ഒരു വീട്ടിൽ 20 മൂവരും, 3 20 ഇങ്ങനെ 5 പേർ തമ്മിൽ ഛിദ്രിച്ചിരിക്കും. മകൻ അപ്പനോടും, അപ്പൻ മകനോടും, അമ്മ മകളോടും, മകൾ അമ്മായി അമ്മയോടും, അമ്മായിയമ്മ മരുമകളോടും എന്തു ചെയ്യും? ഛിദ്രിച്ചിരിക്കും. അവിടെ വായിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതൊരു കോൺട്രഡിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വിരോധാഭാസമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന എന്താണ്? യേശു നമുക്ക് സമാധാനം നൽകുന്നു, അല്ലേ? കർത്താവ് നമുക്ക് സമാധാനം നൽകുന്നു. യേശു നമ്മുടെ ജീവിതത്തിൽ വന്നു, സമാധാനം വന്നു, ശാന്തി വന്നു, രോഗ വിടുതൽ വന്നു എന്നെല്ലാമാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഇത് വായിക്കുമ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എളുപ്പമല്ല. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ തീ ഇടുവാൻ എത്രേ ഞാൻ വന്നിരിക്കുന്നത്, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. അത് എന്താണത്? ദൈവത്തിന് സ്തോത്രം. അത് താഴേക്ക് വായിക്കുമ്പോൾ നമുക്കതറിയാം എന്താണ് ആ തീ. കർത്താവ് വന്ന് ഈ ഭൂമിയിൽ ഈ ശുശ്രൂഷ ചെയ്തതോടുകൂടെ ജനം 2 വർഷമായിട്ട് തിരിഞ്ഞു. അതവിടെ കാണുന്നില്ലേ? കർത്താവിനെ സ്വീകരിച്ചവരും കർത്താവിനെ തള്ളിയവരും തമ്മിൽ. ദൈവത്തിന് സ്തോത്രം. അതാണ് അവിടെ ഛിദ്രമുണ്ടായത്. ദൈവത്തിന് സ്തോത്രം. യേശുവിന് അതിന് പിന്നെ അങ്ങോട്ട് വരുമ്പോഴെന്താണ്? യേശുവിനെ ഏറ്റുപറഞ്ഞ് മരിക്കുന്നവരും യേശുവിനെ തള്ളി പറഞ്ഞ് ഓടി രക്ഷപ്പെടുന്നവരും, ഇല്ലേ? അത് സഭയുടെ ആദ്യ ചരിത്രങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായിട്ടായി. അവിടെ വലിയൊരു കലഹമാണ് ഉണ്ടായത് ശരിക്കും, ഇല്ലേ? അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഭൂമിയിൽ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും ഒന്നല്ലോ, ഭൂമിയിലെല്ലാം കലഹം ഉണ്ടാക്കുന്നവർ ഇവിടെ ജൂജായിട്ട് വന്നല്ലോ ഒന്ന്, അല്ലേ? സ്തോത്രം. ഇത് നമുക്കറിയാം. വേറെ എന്ത് പ്രോഗ്രാം നടന്നാലും ഒരു പ്രശ്നമില്ല. സുവിശേഷ യോഗം വെക്കുന്നിടത്താണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പം അത് മാത്രമേ നടക്കാൻ പാടില്ലാത്തുള്ളൂ. വേറെ എന്തെല്ലാം നടന്നാലും ഒരു പ്രശ്നമില്ല. പക്ഷേ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അവിടെ വിഷയമുണ്ടാകും. അതാണ് തീയിടുക, കലഹമുണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ കലഹം, ആ ഛിദ്രം, ആ പ്രയാസം നമ്മൾ ഇന്നൊരു പരിധിവരെ അനുഭവിക്കുന്നുണ്ട്. ഐക്യപ്പെടാൻ കഴിയാതെ ഛിദ്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, വേദനപ്പെട്ടുകൊണ്ടിരിക്കുക, കലഹിച്ചുകൊണ്ടിരിക്കുക, തള്ളിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ വേദന, ആ ഞെരുക്കം, ആ തീ, ആ അസമാധാനം ദൈവമക്കൾ അനുഭവിക്കുന്നുണ്ട്. സ്തോത്രം. കാരണം എന്താണ്? നമ്മൾ യേശുവിൻ്റെ പക്ഷത്തായി എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചരിത്രത്തിലൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. 10,000-15,000 20,000 ആളുകൾ ഇരിക്കുന്ന റോമൻ കൊളോസിയത്തിനകത്തേക്ക് 500-1000 പേരെ ഒരുമിച്ച് കൊണ്ടുപോയി അകത്തോട്ട് കയറ്റി വിട്ട് കയ്യും കാലും ബന്ധിച്ചല്ലെങ്കിൽ കൂട്ടി നിർത്തിയിട്ടാണ് ഇരുമ്പ് ഷട്ടറൊക്കെ തുറന്നിട്ടും സിംഹങ്ങൾ എന്ത് ചെയ്യുന്നത്? പട്ടുകിടക്കുന്ന സിംഹങ്ങളെ അടിച്ചു വിടുന്നത്. സിംഹങ്ങൾ 8-10 സിംഹങ്ങളാണ് ഈ 10-700 ആളുകളുടെ ആൾക്കൂട്ടത്തിലേക്ക് ആഞ്ഞു കയറുന്നത്. അങ്ങനെ അത് ആഞ്ഞു കയറി ആ നടക്കുന്ന ആ പിടിവലിയും ആ ബഹളവും കണ്ടുകൊണ്ട് ആ കൊളോസിയത്തിൻ്റെ അതേ പടികളിൽ ഇരിക്കുന്നവർ എന്ത് ചെയ്യാണ്? ആർത്തട്ടഹസിച്ച് ഇരിക്കുകയാണ്. അവരെ തകർന്നു വീഴുമ്പോൾ ചിലരെല്ലാം മുഴങ്കാൽ മടക്കിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, മാറാ നാഥ യേശു വരും. ചിലർ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്, ചിലർ നിലവിളിക്കുകയാണ്, ചിലർ മാറാനാഥ യേശു വരുമെന്ന് അലറുകയാണ്, ചിലർ പ്രാണവേദന കൊണ്ട് അലറിക്കരഞ്ഞ് നിലവിളിക്കുകയാണ്, ചിതറി ചോര തെറിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വാക്യം വായിച്ചു നോക്കുമ്പോൾ അറിയാം അവിടെ എന്ത് വീണു? അവിടെ തീ വീണു. ഒരുപക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ബന്ധുമിത്രാദികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വന്തക്കാരാണ് കൊല്ലപ്പെടുന്നത്, രക്തസാക്ഷികളായി മരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ തീയാണ് വീണിരിക്കുന്നത്, അവിടെ കലഹമാണ് വീണിരിക്കുന്നത്, അവിടെ നമുക്കറിയാം സംഭവിക്കുന്ന ഒരു ഛിദ്രമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എന്തിനാണ് പറയുന്നത്? കർത്താവ് പറയുകയാണ്, ഞാൻ ഭൂമിയിൽ സമാധാനമല്ല തീയിടുവാൻ എത്രേ വന്നത്. ആ തീ ഇന്നും കത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്നും അതെ അങ്ങനെ ആയിരക്കണക്കിന് പേർ അതെ രക്തസാക്ഷികളായി മരിച്ച് അത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ആയിരങ്ങൾ പിന്നാലെ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് ആ തീ വീണതിന്റെ വ്യത്യാസം. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവമക്കളെ ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ഇനി ഒരു പുതിയ തെരഞ്ഞെടുപ്പ് വന്ന് മൃഗീയ ഭൂരിപക്ഷത്തോടെ ഒരു ഗവൺമെന്റ് വന്നാലും ദൈവത്തിന് സ്തോത്രം, ദൈവമക്കൾ സുവിശേഷം അവസാനിപ്പിക്കുന്നില്ല, സുവിശേഷത്തിന്റെ വാതിൽ അടയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകം അടയ്ക്കുന്നില്ല. എത്ര പേർ മരിച്ചു വീണാലും ദൈവത്തിന് സ്തോത്രം ഇത് നിന്നു പോകുന്നില്ല. കാരണം ഇത് യേശുവിട്ട തീയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭൂമിയിൽ തീയിടുവാനാണ് വന്നത്. അത് കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രതികൂലം പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാലും ഈ തീ അടങ്ങുന്നില്ല, ഇത് കത്തിക്കൊണ്ടേ തന്നെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആ ചിത്രത്തിന്റെ നടുവിൽ ദൈവമക്കളുണ്ട്, നമ്മളിതിൻ്റെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ നമ്മളിത് കണ്ടിട്ട് ഈ തീ കണ്ടിട്ട് ഇതിന്ന് ഓടി രക്ഷപ്പെടുന്നവരല്ല വിശ്വാസി. ലജ്ജിക്കുന്നവൻ ഓടി, വിശ്വസിക്കുന്നവൻ പ്രവചനത്തിൽ യെശയ്യാവ് പ്രകാരം പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. വിശ്വസിക്കുന്നവന് ശുശ്രൂഷ ഇട്ടിട്ട് ഇറങ്ങിപ്പോകത്തില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കർത്താവിലും വചനത്തിലും വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇത് ഇട്ടിട്ട് ഇറങ്ങിപ്പോകുന്നവരല്ല. ദൈവത്തിന് സ്തോത്രം. സാഹചര്യം മാറുമ്പോൾ, അത് കാലഘട്ടം മാറുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, പ്രതികൂലം വരുമ്പോൾ ഇത് വിട്ടും വെച്ചുകൊണ്ട് പോകുന്നവരല്ല നമ്മൾ. ദൈവത്തിന് സ്തോത്രം. അതാണ് അതിൻ്റെ അർത്ഥം. ആ തീ ഇവിടെ കത്തുന്നുണ്ട്. അത് നമ്മുടെ കുടുംബങ്ങളിൽ അതിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടാകും. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തമ്മിലുള്ള ഒരു തീയുടെ വേകുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുകയാണ്, ഞാൻ തീ ഇടുവാനത്രേ വന്നത്, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ നന്നായിരുന്നു. ഞാൻ ഇന്ന് രാത്രി എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. നമ്മൾ പറഞ്ഞ വേദവാക്യം, ദൈവത്തിന് സ്തോത്രം. നമ്മൾ എന്നോടൊപ്പം യാത്ര ചെയ്തോ, എത്തിയോ, എവിടെ എത്തിയോ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പോയാൽ എവിടെ തുടങ്ങി എവിടെ ഒന്നോ എന്തോ അറിയാതെ പോകും. നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞ അവകാശവാദങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഞാൻ പറഞ്ഞു, എന്താണ്? മനുഷ്യപുത്രൻ സകല പ്രവാചകന്മാരെയും സകല പ്രവചനത്തെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ശുശ്രൂഷയും കാൽവറിയിൽ എന്ത് ചെയ്തു? പൂർത്തീകരിച്ചു, നിവൃത്തിയാക്കി. ഹല്ലേലൂയ. അത് നമ്മുടെ സന്തോഷം. 2, കാണാതെ പോയതിനെ തേടി ദൈവപുത്രൻ കർത്താവ് ഭൂമിയിലേക്ക് വന്നു. ആ കാണാതെ കിടന്ന പാപികൾ ഒരുവനായി ഞാനും. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ സന്തോഷം. 3, ദൈവത്തിന് സ്തോത്രം. കള്ളൻ അറുക്കുവാനും മോഷ്ടിപ്പാനും മുടിപ്പാനും വരുന്നു, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ജീവനെ നൽകുന്നു. പരിശുദ്ധാത്മാവ് നൽകുന്ന നിത്യജീവൻ. ഹല്ലേലൂയ. യേശു പോയപ്പോൾ നമ്മിൽ ചലിപ്പിക്കുന്ന, സഭയെ ചലിപ്പിക്കുന്ന, കൂട്ടായ്മയെ ചലിപ്പിക്കുന്ന, ദൈവമക്കളുടെ ഇന്ധനമായി നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിത്യജീവൻ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ, ശുശ്രൂഷിപ്പാൻ വന്നവൻ, ശുശ്രൂഷിക്കുന്നവൻ, ശുശ്രൂഷ ചെയ്യുന്ന ദാസൻ, അടിമ. വിനയത്തോടെ കർത്താവിൻ്റെ വേല. ദൈവത്തിന് സ്തോത്രം. ഞാൻ 5ാമതായി പറഞ്ഞു, അവനൊരു ന്യായവിധി, ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ നടത്താൻ പോകുന്നു. അതിപ്പോൾ നടക്കുന്നില്ലെന്നേ ഉള്ളൂ, എന്നാൽ ഒരു ന്യായവിധി വരും. നാം എല്ലാം അവൻ്റെ മുമ്പിലൂടെ കടന്നു പോകും. നമ്മുടെ എല്ലാം അവൻ്റെ സന്നിധിയിൽ വെളിവായും തെളിവായും വരും. നാം എല്ലാം കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കും. അവൻ്റെ ന്യായവിധിയിൽ സമുദ്രം തങ്ങളിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കും, പാതാളം തങ്ങളിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കും, ഭൂമി തങ്ങളിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കും. എല്ലാവരും എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 6ാമതായി ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാനല്ലോ ലോകത്തിൽ വന്നത്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ കൂട്ടായ്മയുടെ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. നമ്മെ രക്ഷിച്ചു, നമ്മെ ശുദ്ധീകരിച്ചു, നമ്മെ കഴുകി. ദൈവത്തിന് സ്തോത്രം. നമ്മെ മക്കളാക്കി മാറ്റി. നാം ഇനി പാപികളല്ല, വിശുദ്ധരായി മാറി, അവൻ്റെ മക്കളായി മാറി. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ തീയിടുവാനത്രേ വന്നത്. അത് നിങ്ങളുടെ ഇടയിൽ അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ആ കത്തുന്നതിൻ്റെ ഒരു ചൂടും കലഹവും പ്രയാസവും പ്രതികൂലവും എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം, ആ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു വന്നത് എന്തിന്? നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രി ഞങ്ങൾക്ക് എന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾക്ക് ചേർന്ന് വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ വലിയ വചനത്തിൻ്റെ കീഴിൽ അല്പസമയം ചേർന്നിരിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രി കേട്ട വചനം ഞങ്ങൾക്ക് ചതിയായി മാറരുത്. ഇന്ന് രാത്രി കേട്ട വചനം ഞങ്ങൾക്ക് കുടുക്കായി മാറരുത്. ഇന്ന് രാത്രി തള്ളിക്കളഞ്ഞുകൊണ്ട്, ചവിട്ടിക്കളഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകാൻ ഇടവരരുത്. ഈ ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കുന്നവരായി മാറാൻ
ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കൊരു മിനിസ്ട്രി നൽകണമേ, ഞങ്ങൾക്കൊരു ശുശ്രൂഷ നൽകണമേ, ഞങ്ങളുടെ ഇടയിൽ തീ കത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ഇന്ന് രാത്രി ആ നിത്യജീവന്റെ അനുഭവത്തിൽ ഉറപ്പിക്കണമേ. അകത്ത് ജീവൻ ഉണ്ടാകണമേ, ജീവന്റെ ചലനം ഉണ്ടാകണമേ. അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്നവരാ ഞങ്ങൾ മാറണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ കഴുകപ്പെട്ടവരായി മാറണമേ. ഞങ്ങൾ അതിവിശുദ്ധ വിശ്വാസത്തിന്റെ ഉടമകളായി മാറണമേ. ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവമക്കളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രി ആരെങ്കിലും നിരാശയോടെ കടന്നു വന്നിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ അവരെ വിടുവിക്കണമേ. ഹല്ലേലൂയ. അവരെ കഴുകണമേ, അവരെ ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രി ആരും നിരാശപ്പെടരുത് കർത്താവേ. ഞങ്ങളുടെ അവകാശവാദങ്ങളിൽ ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ നീ മാറാത്ത ദൈവം, നീ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. നിന്റെ വാക്ക് മാറാത്തത്, അങ്ങ് ഞങ്ങൾക്ക് തന്ന വാക്കുകൾ മാറാത്ത വാക്കാണ് കർത്താവേ. വാക്ക് പറഞ്ഞവൻ മാറുമോ? വാക്ക് പറഞ്ഞവൻ മാറുമോ? ഞങ്ങളുടെ ഉറ്റവരും പ്രിയപ്പെട്ടവരും വാക്ക് മാറും. എന്നാ ഞങ്ങളുടെ കർത്താവ് വാക്ക് മാറുമോ? നീ വാക്ക് മാറാത്ത ദൈവം. അങ്ങയുടെ വചനങ്ങളിൽ ഇന്ന് രാത്രി ഞങ്ങളെ ഉറപ്പിക്കണമേ കർത്താവേ. സ്തോത്രം. ഞങ്ങളെല്ലാവരെയും ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പാടിയ മക്കൾക്കായി സ്തോത്രം, വചനം പറഞ്ഞ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, ശുശ്രൂഷയ്ക്ക് മുൻപിലും നിന്ന് അധ്വാനിക്കുകയും ചെയ്യുന്നവർക്കായി സ്തോത്രം. ഈ രാത്രി ഈ മാധ്യമത്തിലൂടെ, സൂമിലൂടെ കർത്താവേ ആരെങ്കിലും ഈ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വചനത്തിന്റെ ശക്തി സ്തോത്രം ദൂരങ്ങളിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ തിരുവചനത്തിന്റെ ശക്തി അവിടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മഹത്വവും സ്വർഗം എടുക്കണം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്നേഹമുള്ള ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ആമേൻ. പ്രാർത്ഥന കേട്ട കർത്താവിനെ കരങ്ങൾ ഉയർത്തി നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു. ബാക്കി കാര്യങ്ങൾ ദൈവം മക്കൾ ക്രമീകരിക്കും. എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല. എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല. കൃപയാ രക്ഷിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. കൃപയാ രക്ഷിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ,
ആരാധ്യനേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹമായ ഒരു ശുശ്രൂഷയുടെ നടുവിൽ ദൈവമക്കളെ, എന്തിനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പലപ്പോഴും നമുക്കതിന് മറുപടി നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി, വളരെ സുനിക്തമായി ദൈവദാസനിലൂടെ നമുക്കത് കേൾക്കുവാനായിട്ട് ഇടയായി. നമ്മുടെ ജീവിതത്തോട് അതങ്ങോട്ട് ചേർത്ത് വയ്ക്കണം. ഹല്ലേലൂയ. വചനം കേട്ടുപോകുവാനല്ല ദൈവമക്കളെ, അത് നമ്മുടെ ജീവിതവുമായിട്ട് ലിങ്ക് ചെയ്ത് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അനേക കാര്യങ്ങൾ വളരെ മനോഹരമായി ദൈവദാസൻ നമ്മോട് സംസാരിച്ചു. അവൻ ശുശ്രൂഷ സ്വീകരിപ്പാനല്ല വന്ന് ശുശ്രൂഷിപ്പാനായിട്ട് കടന്നു വന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം നമ്മൾ ആപ്ലിക്കബിളാണ്. നമ്മളെല്ലാം ശുശ്രൂഷ സ്വീകരിക്കുന്നതിൽ വളരെ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ വളരെ ശക്തമായ ചില ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മൾ ആ സ്റ്റെപ്പുകൾക്ക് വേണ്ടി നമ്മളുടെ കണ്ണും കാതും മനസ്സും എത്ര ആത്മാർത്ഥതയോടെ, നമ്മളതിനൊന്നും പ്രായങ്ങളൊന്നും പ്രശ്നമല്ല, നമുക്ക് എത്രത്തോളം സാധിക്കുമോ ദൈവമക്കളെ, ദൈവവേലയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അതിനുവേണ്ടി നമ്മുടെ ശരീരം, നമുക്ക് ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും അത് നമ്മൾ വളരെ വളരെ വ്യക്തമായ തീരുമാനങ്ങൾ എടുത്താൽ നമ്മൾ മാനിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അല്ല, അനുകൂലമായൊരു കർത്താവ് നമുക്കുണ്ട്. ദൈവമക്കളെ, നമുക്ക് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത് നിറഞ്ഞു നിൽപ്പാനുമാണ് കർത്താവ് വന്നത്. ദൈവമക്കളെ, അറുപ്പാനും മുടിപ്പാനും ശത്രു വന്നിട്ടുണ്ട്. നമ്മൾ അതിനെ നോക്കണ്ട. എന്നാൽ ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായി നമുക്ക് തരുവാൻ നമ്മുടെ കർത്താവ് വന്നിട്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, അത് വിശ്വസിച്ചാട്ടെ. നമ്മെ ഉപയോഗിക്കുന്ന ഒരു കർത്താവുണ്ട്. വ്യക്തിപരമായി ആരല്ല, ഞാൻ പിന്നെയും ആവർത്തിച്ചത് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ദൈവമക്കളെ, ഞാൻ അതിന് യോഗ്യനാണ്. ഞാൻ നിന്നാൽ എന്നെ ഉപയോഗിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് നമ്മൾ ഏറ്റേറ്റ് പറയണം ദൈവമക്കളെ. അതിനുവേണ്ടി നമ്മൾ സ്റ്റെപ്പുകൾ വെക്കണം. നമ്മൾ തള്ളി ഹല്ലേലൂയ, അതിൻ്റെ ഓരോ മേഖലകളിലൂടെ ദൈവം വിവിധ തലങ്ങളിലൂടെ ദൈവം ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ അവസരങ്ങൾ മുമ്പിൽ വരുമ്പോൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ദിവസങ്ങളിൽ നമുക്കറിയാം, മെയ് 18-ാം തീയതി വളരെ നമുക്ക് വളരെ വിലപ്പെട്ട ഒരു സമയമാണ്. നമ്മൾ വളരെ പ്രയോജനപ്പെടുത്തേണ്ട സമയമാണ്. അതിനുവേണ്ടി നമുക്ക് അനുകൂലമെന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട. പ്രതികൂലങ്ങൾ ഉണ്ടാകും, എന്നാൽ അനുകൂലമായൊരു കർത്താവുണ്ട്. ആ കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ അവൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. നമ്മൾ ഹല്ലേലൂയ, ഈ ഭൂമിയിലുള്ള അനേക സംഘടനകളുണ്ട്, സഭകളുണ്ട്. അവരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും കുറ്റം പറയുകയല്ല. അവരൊക്കെ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും എൻ്റെ കർത്താവ് സഹായിക്കും. നമ്മളത് വിശ്വസിച്ചാട്ടെ. നമ്മളതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് വിവിധ തലങ്ങളിൽ നമുക്ക് ബോധ്യം തരും. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പരിശുദ്ധാത്മാവോട് ചോദിക്കണം, എന്താണ് കർത്താവേ ഞാനിതിനു വേണ്ടി ചെയ്യേണ്ടത്, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾക്ക് ബുദ്ധി പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവാണ്, വിവേകം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിനോട് ചോദിക്കണം. നമ്മളായിരിക്കുന്ന വിവിധ മേഖലകളുണ്ട്. നമ്മുടെ തൊട്ടയൽവക്കത്ത് നമ്മുടെ ചെറുപ്പക്കാരുണ്ട്. നമ്മൾ ഒരു 500ഓളം 250 ടീഷർട്ട് അടിക്കുന്നുണ്ട്. അതിനകത്ത് ചൂസ് ലൈഫ് നോട്ട് ഡ്രഗ്. ഈ ടീഷർട്ട് ഒരാൾ ഇടാൻ നമുക്ക് പറ്റിയാൽ നമ്മളിടുകയല്ല, ഇതിനു വേണ്ടി അവനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ നയിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇടുവാനായിട്ട് പിള്ളേരോട് നിങ്ങൾ അവരുടെ സൈസ് ചോദിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഞങ്ങൾക്ക് ടീഷർട്ട് അടിച്ചിട്ടുണ്ട്, ഈ ലെറ്ററിങ് അടിച്ചിട്ടുണ്ടെന്ന് പറയണ്ട, അത് നിങ്ങളൊന്ന് പറയണം. നിങ്ങളുടെ ടീഷർട്ടിൻ്റെ സൈസ് എത്രയാണെന്ന് ചോദിക്കണം. അപ്പോൾ ആ കൊച്ചിനെ അതിലേക്കൊക്കെ അവനെ മെൻ്റലി അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ അവരെയൊക്കെ നമ്മുടെ കൂട്ടായ്മ വിട്ടിട്ട് നമ്മുടെ അയൽവക്കത്തെ ഭവനങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ടീഷർട്ടിൻ്റെ സൈസൊക്കെ ചോദിച്ച് അവരെയൊക്കെ അതിലേക്ക് ഇടിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ഈ ശനി ഞായർ തിങ്കൾ 3 ദിവസങ്ങളിലായിട്ട് അല്ലപ്രയിൽ നിന്ന് നമ്മൾ ആരംഭിച്ച് അല്ലപ്രയിൽ അവസാനിപ്പിച്ച് 3 ബൈക്ക് റാലി 3 ദിവസങ്ങൾ ബൈക്ക് റാലി ക്രമീകരിക്കുന്നുണ്ട്. വൈകിട്ട് 4 മണിക്ക് ഇവിടെ നിന്ന് ആരംഭിക്കും. അതിന് പ്രായം വ്യത്യാസമല്ല, പെൺകുട്ടികൾ എന്നൊന്നും വിഷയമല്ല, എല്ലാവർക്കും പോകാം. നമ്മളൊരു കുറച്ച് പേര് അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ ഇവിടുന്ന് കടന്നുപോയി മൂവാറ്റുപുഴ, ഇവിടുന്ന് ആദ്യം കോലഞ്ചേരി പോയി റബ്ബർ പാർക്ക്, അങ്ങനെ ഈ മഴുവന്നൂരൊക്കെ വഴി ഒരു ദിവസം കടന്നു വരും. രണ്ടാമത്തെ ദിവസം ഇതൊക്കെ പറയേണ്ട എൽദപ്പോൾ പറയാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചു പറയുക എന്നത്രേ ഉള്ളൂ. മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് നെല്ലാട്, അങ്ങനെ ആ വഴിക്ക് നമ്മൾ രണ്ടാമത്തെ ദിവസം വരും. മൂന്നാമത്തെ ദിവസം ഈ കൊമ്പനാട്, ആലട്ടർ ചുറ്റി അങ്ങനെ കടങ്ങി വരും. അങ്ങനെ ശനി ഞായർ തിങ്കൾ
ഈ 3 ദിവസവും നമുക്ക് ബൈക്ക് റാലി ഉണ്ട്. ഇത് നമ്മുടെ ഒരു പ്രചരണ മീറ്റിംഗ് കൂടിയാണ്, വിളംബര ജാഥ കൂടിയാണ്. എല്ലാ ജംഗ്ഷനിലും നോട്ടീസ് കൊടുക്കും, ചെറിയ വാക്കുകൾ സംസാരിക്കും, ഈ വിഷയത്തെക്കുറിച്ച് പറയും. ഇതൊക്കെ നമ്മൾ അതിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാലാവസ്ഥ നമുക്ക് അനുകൂലമായി വരണം, സാഹചര്യങ്ങൾ അനുകൂലമായി വരണം. നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങളുമായിട്ട് സ്റ്റെപ്പുകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളതിനു വേണ്ടി നമ്മുടെ സമയങ്ങൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിലും കാര്യങ്ങളെല്ലാം ക്രമീകരണങ്ങൾ മാറ്റിവെച്ച് മെയ് 18 ശ്രദ്ധ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ വ്യാഴാഴ്ച, അടുത്ത ഈ വരുന്ന വ്യാഴാഴ്ച, നാളത്തെ കഴിഞ്ഞ് നമ്മൾ പെരുമ്പാവൂർ വൈകിട്ട് 7 മണിക്ക് പെരുമ്പാവൂർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് കേരള വിഷൻ്റെ ഒരു ഓഫീസുണ്ട്. ഒരു ചെറിയൊരു മിനി ഓഡിറ്റോറിയം ഉണ്ട്. അതിനകത്ത് നമ്മളൊരു മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആലോചന യോഗമായിട്ട് നിങ്ങളതിലേക്ക് പരമാവധി ആളുകൾ കടന്നു വരണം. നമ്മൾ എല്ലാ സഭകളും എല്ലാ ശുശ്രൂഷക്കാരെയും അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു സൂമിലൊരു പ്രെയർ ക്രമീകരിക്കുന്നുണ്ട്. അത് ഡേറ്റൊക്കെ പിന്നാലെ അറിയിക്കാം ദൈവമക്കളെ. അതുപോലെ നമ്മൾ സ്റ്റേഡിയത്തിൽ ഒരു പ്രെയർ ക്രമീകരിക്കുന്നുണ്ട്. സ്റ്റേഡിയം ചുറ്റി വാക്കിംഗ് പ്രെയർ വാക്ക്, അത് രാത്രിയിലും അതുപോലെ പ്രഭാതത്തിലും അങ്ങനെ ക്രമീകരിക്കുന്നുണ്ട്. അതിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് പറ്റുന്നതുപോലെ നമ്മൾ ചെയ്യണം. നമ്മൾ ഈ കോട്ടകളെയൊക്കെ നമുക്കൊന്ന് ഇടിച്ച് നിരത്തണം ദൈവമക്കളെ. നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് കേൾക്കുന്ന നമ്മളത് ഏറ്റെടുത്താട്ടെ. ഞാൻ ഈ പെരുമ്പാവൂരിനൊരു മാറ്റം സംഭവിക്കും, ഞങ്ങളതിനു വേണ്ടി നിൽക്കും എന്ന് ദൈവമക്കളെ നമ്മൾ ഇതിനെ ശക്തമായിട്ട് ഈ മതിലുകളെ ഇടിച്ച് കളയുമെന്നാണ് തീരുമാനം എടുത്താട്ടെ. എത്ര മതിലിൻ്റെ വലിപ്പമൊന്നും വിഷയമല്ല. യെരിഹോ മതിലിന് മുമ്പിൽ നിന്ന് ഇസ്രായേൽ ജനം ആർപ്പിട്ടപ്പോൾ നമ്മളിതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മളങ്ങോട്ട് ആർപ്പിട്ടാൽ, ആ ജനം ഒരുമിച്ച് ആർപ്പിട്ടാൽ അതിന് നമ്മൾ ആരൊക്കെ കടന്നു വരുന്നു നമുക്കറിയില്ല. എന്നാൽ ദൈവജനം അതിന് ചുറ്റും നമ്മൾ മതിലായി നിന്നാൽ ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ നടുവിലൊക്കെ അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്യുക. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നമുക്ക് വിശ്വാസത്തിൽ അതൊക്കെ ഏറ്റെടുക്കാം. നിങ്ങളതിനു വേണ്ടി ഈ ദിവസങ്ങളിൽ ഒരുങ്ങണം. അതിന് നിങ്ങൾ ഓരോരുത്തരും വന്ന് കണ്ട് നമുക്കത് പറയാനൊക്കെ പരിമിതികളുണ്ട്. അതുകൊണ്ട് എൽദപോളിനെ അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ നമ്മൾ വിളിക്കണം. ജേക്കബ് ഓസ്റ്റിനൊക്കെയാണ് അതിൻ്റെ പ്രവർത്തകർ, ഞങ്ങളൊക്കെ അതിൻ്റെ പ്രവർത്തകരാണ്. അതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, നമുക്കങ്ങനെ പല പ്ലാനിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോ മിനിറ്റിലും ഓരോ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു. നമുക്ക് ചിലതൊക്കെ അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നു, ചിലത് സാധിക്കാതിരിക്കുന്നു. ഇതൊന്നും വിഷയമല്ല, നമ്മളാലാവുന്നത് നമ്മൾ ശ്രമിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങിയാണ്. ദൈവമക്കളെ നമ്മുടെ മീറ്റിങ്ങുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് സ്മരിച്ച ദൈവദാസനോടുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിക്കുകയാണ്. ദൈവം ധാരാളമായി നാളുകളിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ വലിയൊരു ഉണർവിന് കാരണങ്ങളായി തീരട്ടെ. ഇത്രത്തോളം എല്ലാറ്റിനുമായിട്ട് നന്ദി പറയുന്നു. കടന്നു എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ച് നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് യോഗോസൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും കർത്താവേ അടിയങ്ങളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെ ദൈവമേ അങ്ങേ മക്കളോടുകൂടെ ദേശത്തോടുകൂടെ നടന്നു വരുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകളോടുകൂടെ എന്നും വന്നാളും ഉണ്ടായിരിക്കണം.